വെൽക്കം ടു മാസ്റ്റർ ലേണിംഗ് ഹബ്. നമ്മൾ നോക്കാൻ പോകുന്ന BCOS 136 ഇൻകം ടാക്സ് ആൻഡ് പ്രാക്ടീസിൻ്റെ യൂണിറ്റ് 14 ആയിട്ടുള്ള അഗ്രിഗേഷൻ ഓഫ് ഇൻകം, ക്ലബിംഗ് ഓഫ് ഇൻകം ആൻഡ് ഡീംഡ് ഇൻകം ആൻഡ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ഈ ചാപ്റ്ററിനകത്ത് രണ്ട് പാർട്ട് എ പാർട്ട് ബി ആയിട്ടാണ് ഉള്ളത്. പാർട്ട് എയിൽ അഗ്രിഗേഷൻ ഓഫ് ഇൻകത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അഗ്രിഗേറ്റഡ് ഇൻകം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിയുടെയോ എല്ലാ സോഴ്സസിനും വാരിയസ് സോഴ്സിൽ നിന്ന് അയാൾ ഏൺ ചെയ്തിരിക്കുന്ന ഇൻകം പ്ലസ് അതിൽ നിന്ന് ഡിഡക്ഷനോ എക്സംഷൻസോ കൂടാതെ ഒരു വ്യക്തിയുടെ എല്ലാ സോഴ്സസിൽ നിന്നും അയാൾ നേടിയിരിക്കുന്ന ഇൻകം അതിൽ ഡിഡക്ഷനോ എക്സംഷൻസോ ചെയ്യുന്നതിന് മുമ്പേ ഉള്ള അയാൾക്ക് ഏൺ ചെയ്തിരിക്കുന്ന ഇൻകത്തിനാണ് അഗ്രിഗേറ്റഡ് ഇൻകം എന്ന് പറയുന്നത്. അഗ്രിഗേറ്റഡ് ഇൻകം റെഫേഴ്സ് ടു ദ ടോട്ടൽ ഇൻകം ഓഫ് എൻ ഇൻഡിവിജ്വൽ ഓർ എൻറ്റിറ്റി ഫ്രം വാരിയസ് സോഴ്സസ് ബിഫോർ എനി ഡിഡക്ഷൻ ഓർ എക്സംഷൻസും. അതിൽ വരുന്ന എന്തൊക്കെയാണ്? ഇൻകം ഓഫ് ദ അസസി, റെഗുലർ ഇൻകം, അയാൾ അസസി ടാക്സ് പേയർ റെഗുലറായിട്ട് ഏൺ ചെയ്തിരിക്കുന്ന ഇൻകം. ഡീംഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതൊക്കെ താഴോട്ട് പറയുന്നുണ്ട്. ക്ലബിംഗ് ഓഫ് ഇൻകം, ഷെയർ ഇൻ ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ AOP ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ POI. ഇനി ഡീംഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഇൻകം ദോ നോട്ട് ഡയറക്ട്ലി ഏൺഡ് ബൈ ദ ടാക്സ് പെയർ ആർ ഡീംഡ് ആസ് ദിയർ ഇൻകം അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട്. ചില ഇൻകം എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ്ലി നമ്മൾ ഏൺ ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള ഇൻകത്തിന് എന്തായിട്ട് കണക്കാക്കുന്നു? ടാക്സ് പെയർ ഡയറക്റ്റ്ലി ഏൺ ചെയ്യാത്ത ഇൻകത്തിനെ പറയുന്നതാണ് ഡീംഡ് ഇൻകം എന്ന് പറയുന്നത്. അതിൽ വരുന്ന കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാഷ് ക്രെഡിറ്റ്സ്. ഇനി അൺഎക്സ്പ്ലെയിൻഡ് ക്രെഡിറ്റ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഇസ് ടാക്സബിൾ. ഇനി ഈ ടാക്സ് പെയറിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എന്തെങ്കിലും ക്രെഡിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ക്രെഡിറ്റ്, അതിൻ്റെ വിശദമായിട്ട് അതിൻ്റെ കാരണം വിശദീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്രെഡിറ്റ്സ് ഉണ്ടെന്ന്, അതിന് സോഴ്സ് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ക്രെഡിറ്റ്സ് അയാളെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്. അതിനെന്തൊക്കെ ഇൻക്ലൂഡ് ആണ്? അൺഎക്സ്പ്ലെയിൻഡ് ഷെയർ ഓഫ് അപ്ലിക്കേഷൻ മണി, ഷെയർ ക്യാപിറ്റലൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതിൻ്റെ ടാക്സ് ചാർജ് വരുന്നത് എങ്ങനെയാണ്? 60% ടാക്സും പ്ലസ് സർചാർജ് പ്ലസ് 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അടുത്ത അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി ടാക്സ് പെയറുടെ റെക്കോർഡ് ചെയ്യാത്ത എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുകയും അതിൻ്റെ കാരണം അയാൾക്ക് വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇൻകവും എന്താണ്? ടാക്സബിൾ ആണ്, ടാക്സഡ് ഇൻകമാണ്. അൺഎക്സ്പ്ലെയിൻഡ് മണി. ഇനി അസസി എന്തെങ്കിലും എന്താണ് അൺറെക്കോർഡഡ് ആയിട്ടുള്ള മണിയോ ഗോൾഡോ അയാളെ കൈവശമുണ്ടെന്നുണ്ടെങ്കിൽ, ജ്വല്ലറിയോ വാല്യുബിൾസ് ആയിട്ടുള്ള എന്തെങ്കിലും അയാളുടെ കയ്യിൽ ഉണ്ടാവുകയും പക്ഷേ അതിൻ്റെ സോഴ്സ് അയാൾക്ക് വ്യക്തമാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതും എന്താണ്? ടാക്സബിൾ ഇൻകം ആയിട്ടാണ് അത് ടാക്സബിൾ ആണ്. അണ്ടർ റിപ്പോർട്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ. ഇവിടെ പറയുന്നത് നമ്മുടെ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ അസറ്റിൻ്റെ ദ ആക്ച്വൽ വാല്യൂ ഓഫ് അസറ്റ് ഇസ് ഹയർ ദാൻ റെക്കോർഡ് വാല്യൂ. ഇഫ് ദ ആക്ച്വൽ വാല്യൂ ഓഫ് അസറ്റ് ഈസ് ഹയർ ദാൻ റെക്കോർഡഡ് വാല്യൂവിനേക്കാൾ, നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന വാല്യൂവിനേക്കാൾ കൂടുതലാണ് അസറ്റിൻ്റെ ആക്ച്വൽ വാല്യൂ എന്നുണ്ടെങ്കിൽ ആ എക്സസ് ആയിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ അവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ എക്സസ് എമൗണ്ട് ടാക്സബിൾ ആണ്. അടുത്ത അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ. ടാക്സ് പെയർ അയാളുടെ ഫണ്ട് എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടാവുകയും അയാളുടെ ഫണ്ട് യൂസ് ചെയ്യും, ആ എക്സ്പെൻസിന് വേണ്ടി അയാൾ ഫണ്ട് യൂസ് ചെയ്യുകയും പക്ഷെ അതിന് എന്തിനാണ് അത് ചെയ്തിരിക്കുന്നത് അയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോഴ്സ്, ആ എക്സ്പെൻസ് വന്നതിൻ്റെ സോഴ്സ് അയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും അയാളുടെ ടാക്സബിൾ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യപ്പെടും. ബോറോയിങ് ഓർ റീപേയ്മെൻറ്റ് ഓഫ് ഹുണ്ടീസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഹുണ്ടി വഴി ബോറോയിങ്ങോ റീപേയ്മെൻറ്റോ ചെയ്യുന്നത് എന്താണ്? ടാക്സബിൾ ആണ്. ടാക്സേഷൻ ഓഫ് ഡീംഡ് ഇൻകത്തിൻ്റെ ടാക്സേഷൻ എങ്ങനെയാണ് വരുന്നത്? ഓൾ ഡീംഡ് ഇൻകം അണ്ടർ സെക്ഷൻ 8 സെക്ഷൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ ഡീംഡ് ഇൻകവും ടാക്സ്ഡ് ആണെങ്കിൽ 30% പ്ലസ് സർചാർജും സെസ്സും അടങ്ങിയിട്ടുള്ള ടാക്സാണ് നൽകേണ്ടത്. ഈ ഡീംഡ് ഇൻകത്തിൻ്റെ മുകളിൽ ഡിഡക്ഷൻസോ സെറ്റ് ഓഫ്സോ ഉണ്ടാകുന്നതല്ല. അടുത്ത ക്ലബ്ഡ് ഇൻകം. നമ്മുടെ ടാക്സേഷൻ പ്രോഗ്രസീവ് ടാക്സേഷൻ ആണ് ഇന്ത്യയിലുള്ളത് എന്നുണ്ടെങ്കിൽ കൂടി ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഇൻകം കുറച്ച് കാണിക്കുന്നതിന് വേണ്ടി, ടാക്സ് വെട്ടിക്കുന്നതിന് വേണ്ടി, അവർ ഇൻകം കുറച്ച് കാണിക്കുന്നതിന് വേണ്ടി അവരുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അവരെ എന്ത് ചെയ്യും? ഇൻകമോ അല്ലെങ്കിൽ അസറ്റ്സോ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയാകുമ്പം അങ്ങനെ ചെയ്യുമ്പം എന്ത് ചെയ്യാം? ടാക്സ് കുറച്ച് മാത്രമേ കൊടുക്കേണ്ടി വരും. അപ്പം അത്തരം കാര്യം പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ക്ലബിംഗ് ഓഫ് ഇൻകം കൊണ്ടുവന്നിട്ടുള്ളത്. പ്രിവെൻറ്റ് ദിസ് ബൈ ക്ലബിംഗ് ട്രാൻസ്ഫേർഡ് ഇൻകം ഇൻ ടു ദ ഒറിജിനൽ ടാക്സ് പെയർ ഇൻകം. ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ക്ലബിംഗ് ട്രാൻസ്ഫേർഡ് ഇൻകം കൊണ്ടുവന്നിട്ടുള്ളത്. എന്ത് ചെയ്യും? ഈ ട്രാൻസ്ഫർ ചെയ്ത ഇൻകം എന്ത് ചെയ്യും? ഈ
ആരാണോ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയുടെ ഇൻകത്തിലേക്ക് തന്നെ ആഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ ടാക്സ് ഈടാക്കും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് താഴോട്ട് പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫേഴ്സ് ഓഫ് അസറ്റ്. ഒരു വ്യക്തി ഒരു അസസി അയാളുടെ അസറ്റ് കൈമാറ്റം ചെയ്യാതെ അതിൻ്റെ ഇൻകം ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പം അത്തരത്തിലുള്ള ഇൻകം എന്താണ്, ടാക്സബിൾ ആണ്. അത് ഒറിജിനൽ ഓണർ ആരാണോ ആ അസറ്റിൻ്റെ ഓണർ ആരാണോ ആ വ്യക്തിയായിരിക്കും അത് ടാക്സ് നൽകേണ്ടത്. റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. ഒരു വ്യക്തി അയാളുടെ അസറ്റ് കൈമാറ്റം ചെയ്യുകയും ട്രാൻസ്ഫർ ചെയ്യുകയും പക്ഷേ അയാൾക്കത് ആ ഓണർക്കിനെ തിരിച്ചെടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് അത് കൈമാറ്റം ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഇൻകം, അസറ്റിൽ നിന്ന് വരുന്ന ഇൻകം എന്താണ്, ഈ ട്രാൻസ്ഫർ ചെയ്ത വ്യക്തിയുടെ പേരിൽ ടാക്സബിൾ ആണ്. സാലറി, കമ്മീഷൻ ഓർ ഫീസ് പെയ്ഡ് ടു സ്പോസ്. ഇഫ് ആൻ ഇൻഡിവിജ്വൽ ഹാസ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് 20% ഓർ മോർ. ഒരു വ്യക്തിക്ക് ഒരു ബിസിനസ്സിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് 20% കൂടുതൽ, അഥവാ അതിനകത്ത് ഓണർഷിപ്പോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ ഇൻഡയറക്ട്ലി ഉണ്ടാവുകയും അയാളുടെ സ്പോസ് അവിടുന്ന് ആ ബിസിനസ്സിൽ നിന്ന് സാലറിയോ ഫീസോ അല്ലെങ്കിൽ കമ്മീഷനോ ആയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, അത് ഈ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ആ വ്യക്തിയുടെ ഇൻകത്തിലേക്ക് ക്ലബ് ചെയ്തിട്ട് അതിൽ നിന്ന് ടാക്സ് ഈടാക്കുന്നതാണ്. അതിന് എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, ഇഫ് ദ സ്പോസ് ഹാസ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് റിസീവ്ഡ് ദ സാലറി ഫോർ ദ സർവീസ് റെൻഡഡ് ദെൻ ദ ഇൻകം വിൽ നോട്ട് ബി ക്ലബ്ഡ്. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന സ്പോസിന് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാവുകയും അയാൾ ആ സാലറി റിസീവ് ചെയ്തിരിക്കുന്നത് ആ കമ്പനിയിൽ ആ ബിസിനസ്സിൽ എന്തെങ്കിലും അയാൾ സർവീസസ് നൽകിയതിൻ്റെ മുകളിലാണ് സാലറി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അയാളുടെ ആ കമ്പനിയുടെ മുകളിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ആ വ്യക്തിയുടെ മുകളിലേക്ക് അയാളുടെ ഇൻകത്തിലേക്ക് ഈ കിട്ടിയിരിക്കുന്ന സാലറി ക്ലബ് ചെയ്യില്ല. ഇവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് അയാളുടെ സാലറി ഡ്യൂ ടു ദ സ്കിൽ ഓർ ക്വാളിഫിക്കേഷൻ്റെ മുകളിലായിരിക്കണം ആ സാലറി അയാൾ ഏൺ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. അടുത്ത നെക്സ്റ്റ് ആണ് ഇൻകം ഫ്രം അസറ്റ് ട്രാൻസ്ഫർ ടു സ്പോസ്. ഒരു വ്യക്തി അയാളുടെ ഇഫ് എ പേഴ്സൺ ഗിഫ്റ്റ് ആൻ അസറ്റ് ടു ദെയർ സ്പോസ് എക്സ്ക്ലൂഡിങ് ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ഇറ്റ്സ് ടാക്സബിൾ ഫോർ ദ ട്രാൻസ്ഫർ. അസസി അയാളുടെ ഗിഫ്റ്റായിട്ട് അയാളുടെ സ്പോസിന് അസറ്റ് നൽകുകയാണ്. എക്സ്ക്ലൂഡിങ് ഹൗസ് പ്രോപ്പർട്ടി ഒഴികെ ബാക്കിയുള്ള എന്തെങ്കിലും അസറ്റ് സ്പോസിന് ഗിഫ്റ്റായിട്ട് നൽകുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അസറ്റിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആരാണോ ട്രാൻസ്ഫർ ചെയ്ത ആ വ്യക്തിയായിരിക്കും ടാക്സ് കൊടുക്കേണ്ടത്. എക്സെപ്ഷൻസ് ഉണ്ട്. ഇഫ് ദ ട്രാൻസ്ഫർ ഈസ് അഡിക്വേറ്റ് കൺസിഡറേഷൻ. ഇഫ് ദ ട്രാൻസ്ഫർ ഈസ് ഫോർ അഡിക്വേറ്റ് കൺസിഡറേഷന് കൂടിയാണ് ട്രാൻസ്ഫർ നടത്തിയിരിക്കുന്നതെങ്കിൽ അതിന് എന്താക്കില്ല, അത് ട്രാൻസ്ഫറിൻ്റെ മുകളിലേക്ക് ടാക്സ് കൊടുക്കേണ്ടി വരില്ല. ഇഫ് ദ സ്പോസ് ആർ ലീഗലി സെപ്പറേറ്റഡ്. ഇനി സെപ്പറേഷൻ സമയത്ത് അലിമണി പോലെയൊക്കെയാണ് ഇത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതും എന്താവില്ല, ടാക്സ് ട്രാൻസ്ഫറിൻ്റെ മുകളിലേക്ക് വരില്ല. ഇൻകം ഫ്രം അസറ്റ് ട്രാൻസ്ഫേർഡ് ടു ഡോട്ടർ ഇൻ ലോ. ഇനി അസറ്റ് സണ്ണിൻ്റെ മകൻ്റെ ഭാര്യയ്ക്ക് അസറ്റ്, ഇഫ് ആൻ അസറ്റ് ട്രാൻസ്ഫർ ടു ആൻ സൺസ് വൈഫ്. അയാൾ അസറ്റ് അയാളുടെ മകൻ്റെ ഭാര്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ഫെയർ കൺസിഡറേഷൻ, അയാൾ ആ വ്യക്തി മകൻ്റെ ഭാര്യ അതിന് ഫെയർ ആയിട്ടുള്ള കൺസിഡറേഷൻ നൽകാതെ, അതിന് ആ അസറ്റ് കിട്ടുന്നതിന് പകരമായിട്ട് തിരിച്ച് കൺസിഡറേഷൻ പേയ്മെൻ്റ് ഒന്നും ചെയ്യാതെ ഫ്രീ ആയിട്ട് അയാൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം ഫ്രം ഇറ്റ് ഈസ് ടാക്സബിൾ ഫോർ ദ ട്രാൻസ്ഫർ. ആരാണോ ഇത് ട്രാൻസ്ഫർ ചെയ്ത ആ വ്യക്തിയായിരിക്കും ഇതിൻ്റെ മുകളിൽ വരുന്ന ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് നൽകേണ്ടത്. ഇൻകം ഫ്രം അസറ്റ് ട്രാൻസ്ഫർ ഫോർ ദ സ്പോസ് ബെനിഫിറ്റ്. ഇവിടെ പറയുന്നത് ഇഫ് ആൻ അസറ്റ് ട്രാൻസ്ഫർ ടു സംവൺ എൽസ് പേഴ്സൺ AOP ഫോർ ദ സ്പോസ് ബെനിഫിറ്റ്, ഇൻകം ഫ്രം ഇറ്റ് ഈസ് ക്ലബ്ഡ് വിത്ത് ട്രാൻസ്ഫേഴ്സ് ഇൻകം. ഇവിടെ പറയുന്നത് അസസി അയാളുടെ അസറ്റ് എന്ത് ചെയ്യുന്നു, ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ AOPക്കോ അഥവാ അസോസിയേഷൻ ഓഫ് പേഴ്സണിനോ എന്ത് ചെയ്യാണ്, അസറ്റ് കൈമാറ്റം ചെയ്യുകയാണ്. പക്ഷെ അതിൽ നിന്ന് ജനറേറ്റ് ആകുന്ന ഇൻകം ആക്ച്വലി പോകുന്നത് ആർക്കാണ്, സ്പോസിൻ്റെ അക്കൗണ്ടിലേക്കാണ്. സ്പോസിനാണ് അതിൻ്റെ ഇൻകം പോകുന്നത്. പക്ഷെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ AOPക്കോ ആണ്. പക്ഷേ അതിൻ്റെ ഇൻകം പോകുന്നത് സ്പോസിലേക്കാണ്. അങ്ങനെ വരുമ്പം ആരാണോ ആ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ആ വ്യക്തിയാണ് അതിൻ്റെ മുകളിൽ ടാക്സബിൾ ആവുക. അത് അയാളുടെ ഇൻകത്തിലേക്ക് ക്ലബ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ആ ഇൻകത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം, ടാക്സ് നൽകേണ്ടതായിട്ട് വരും.
അടുത്ത് ഇൻകം ഫ്രം അസറ്റ് ട്രാൻസ്ഫർ ടു സൺസ് വൈഫ് ബെനിഫിറ്റ്. സെയിം തന്നെയാണ്. അയാൾ അസറ്റ്, ഒരു വ്യക്തി അയാളുടെ അസറ്റ് ഏതെങ്കിലും ആൾക്കാർക്കോ അനദർ പേഴ്സണോ അല്ലെങ്കിൽ AOPക്കോ അസറ്റ് കൈമാറുകയും എന്നാൽ അതിൻ്റെ ഇൻകം പോകുന്നത്, അതിൻ്റെ ബെനിഫിറ്റ് പോകുന്നത് മകൻ്റെ ഭാര്യയ്ക്കാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഇൻകം എന്ത് ചെയ്യും, ആ ട്രാൻസ്ഫർ ചെയ്ത വ്യക്തിയുടെ ഇൻകത്തിലേക്ക് ക്ലബ് ചെയ്യുകയും അതിൻ്റെ മുകളിൽ ടാക്സ് നൽകേണ്ടതായിട്ടും വരും. ഇനി അടുത്തത് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ട്രാൻസ്ഫേർഡ് അസറ്റ്. If an individual transferred an asset such as cash, property or shares to their spouse or son's wife without adequate consideration. ഒരു വ്യക്തി അയാളുടെ അസറ്റ് അതായത് ക്യാഷോ പ്രോപ്പർട്ടിയോ ഷെയറോ അയാളുടെ സ്പോസിനോ അല്ലെങ്കിൽ സണ്ണിൻ്റെ വൈഫിനോ നൽകുകയാണ് വിത്തൗട്ട് കൺസിഡറേഷൻ, അഡിക്വേറ്റ് കൺസിഡറേഷൻ ഒന്നും ഇല്ലാതെ ആണ് നൽകുന്നതെങ്കിൽ ആ അസറ്റ് എന്ത് ചെയ്യുന്നു, ഈ സ്പോസ് അല്ലെങ്കിൽ സണ്ണിൻ്റെ വൈഫ് ഇൻവെസ്റ്റ് ചെയ്യാണ്, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ then the proportionate income generated from the investment will be clubbed with the transfers income. ഈ proportionate income ജനറേറ്റ്, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിന് കിട്ടിയിരിക്കുന്ന ഇൻകം എന്ത് ചെയ്യും, ഈ ട്രാൻസ്ഫർ ചെയ്ത വ്യക്തിയുടെ ഇൻകത്തിലേക്ക് ക്ലബ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ടാക്സ് ഈടാക്കുന്നതാണ്. അതിൻ്റെ ഫോർമുല അങ്ങനെ കാണാൻ വേണ്ടിയുള്ള ഫോർമുല എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ഇൻ ടു ടോട്ടൽ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ബിസിനസ് ഇൻകം. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റലിൻ ഒരു ഫേമിൽ ക്യാപിറ്റലായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ദ ഷെയർ ഓഫ് ബിസിനസ് ഇൻകം attributable to the asset is taxed for the transferor. Clubbing of income means including the income of another person in the taxpayer's income for the tax purpose. Clubbing of income എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിയുടെ അനദർ പേഴ്സൻ്റെ ഇൻകം ടാക്സ് പെയറിൻ്റെ ഇൻകവുമായിട്ട് ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ടാക്സ് കണക്കാക്കുന്നതാണ്. ദിസ് ഡൺ ടു പ്രിവെൻറ്റ് ടാക്സ് ഇവേഷൻ. നമ്മൾ ടാക്സ് വെട്ടിപ്പ് തടയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ക്ലബ്ബിംഗ് ഓഫ് ഇൻകം കൊണ്ടുവന്നിട്ടുള്ളത്. When income is transferred to the another person without transferring ownership of the source of income. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്, ഇൻകം ട്രാൻസ്ഫർ ചെയ്യും എന്നാൽ ആ പേഴ്സൺ എന്ത് ചെയ്യുന്നില്ല, വിത്തൗട്ട് ട്രാൻസ്ഫറിങ് ഓഫ് ദ ഓണർഷിപ്പ്, അതിൻ്റെ ഓണർഷിപ്പ് നൽകാതെ അതിൻ്റെ എന്ത് ചെയ്യാണ്, അയാളുടെ അസറ്റ്സോ അല്ലെങ്കിൽ ഇൻകമോ മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള ക്ലബ്ബിംഗ് ഓഫ് ഇൻകം നടത്തുന്നത്. അതിൽ വരുന്ന ഇൻകം ഓഫ് മൈനർ ചൈൽഡിന് as per Indian tax law, the income of minor child below 18 years is generally clubbed with the income of their parent. 18 വയസ്സിന് താഴെയുള്ള മൈനറിൻ്റെ ഇൻകം ജനറലി എന്താണ്, അവരുടെ പാരൻസിൻ്റെ ഇൻകവുമായിട്ട് ക്ലബ് ചെയ്യും. എക്സെപ്ഷൻസ് ഉണ്ട്. ഈ ക്ലബ് ചെയ്യാത്ത ഇൻകം എങ്ങനെയാണ്, മൈനറിൻ്റെ ഇൻകം ക്ലബ് ചെയ്യുന്നില്ല. അപ്പോഴാണ് മൈനർ ഇൻകം വിൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ പാരൻസ് ഇൻകം ഇഫ് ദ ഇൻകം ഈസ് ഏൺഡ് ഫ്രം മാനുവൽ വർക്ക് ഡൺ ബൈ ദ മൈനർ എന്തെങ്കിലും മാനുവൽ വർക്ക് ചെയ്തിട്ട് അയാൾ ഏൺ ചെയ്ത മണിയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യില്ല, പാരൻസിൻ്റെ അക്കൗണ്ടിലേക്ക് ക്ലബ് ചെയ്യില്ല. ദ ഇൻകം അറൈസ് ഫ്രം അപ്ലിക്കേഷൻ ഓഫ് മൈനർ സ്കില്ല്, ടാലൻറ്റ്, സ്പെഷ്യലൈസ് നോളജ്. എന്തെങ്കിലും മൈനറിൻ്റെ എന്തെങ്കിലും സ്കിൽസോ ടാലൻറ്റോ സ്പെഷ്യൽ നോളജോ വഴിയോ അയാൾക്ക് കിട്ടിയ ഇൻകം ആണെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ ആക്ടിങ്, സിംഗിങ്, സ്പോർട്സ്, ഇതുവഴി അയാൾക്ക് കിട്ടിയ ഏണിംഗ് ആണെങ്കിൽ അതും എന്ത് ചെയ്യില്ല, പാരൻസിൻ്റെ ഇൻകത്തിലേക്ക് അത് ക്ലബ് ചെയ്യില്ല. Rules for clubbing minor's income. If both parents are alive, the minor income is clubbed with income the parent whose income before clubbing is higher. ഇവിടെ പറയുന്നത് കുട്ടിയുടെ രണ്ട് പാരൻസും ജീവനോടെ ഇരിക്കുമ്പം മൈനറിൻ്റെ ക്ലബ് ചെയ്യുന്നതിന് മുമ്പ് ആരുടെ ഇൻകമാണ് ഹയർ, അച്ഛനും അമ്മയിലും പാരൻസിൽ ആരുടെ ഇൻകമാണോ ഹയർ ആയിട്ടുള്ളത് ആ ഇൻകത്തിൻ്റെ കൂടെയാണ് ഈ മൈനറിൻ്റെ ഇൻകം ക്ലബ് ചെയ്യുക. ഇഫ് ദ പാരൻസ് ആർ സെപ്പറേറ്റഡ് ഓർ ഡിവോഴ്സ്, ദ ഇൻകം ക്ലബ്ഡ് വിത്ത് പാരൻറ്റ് ഹൂ ഇസ് മെയിൻറ്റെയിൻ ദ ചൈൽഡ്. ഇനി ഡിവോഴ്സ്ഡോ സെപ്പറേറ്റഡ് ആയിട്ടുള്ള പാരൻസ് ആണെന്നുണ്ടെങ്കിൽ മൈനറിൻ്റെ ക്ലബ് ചെയ്യുന്നത് ആരാണോ ആരുടെ സംരക്ഷണത്തിലുള്ള കുട്ടിയുള്ളത് അവരുടെ അക്കൗണ്ടിലേക്ക്, അവരുടെ ഇൻകത്തിലേക്കായിരിക്കും ക്ലബ് ചെയ്യുക. വൺസ് ക്ലബ്ഡ്, ഫ്യൂച്ചർ ഇൻകം ഫ്രം ദ സെയിം സോഴ്സ് റിമെയിൻ ക്ലബ്ഡ് വിത്ത് ദ പാരൻസ് ഇൻകം. അതുകൊണ്ട് ക്ലബ് ചെയ്ത ഫ്യൂച്ചർ ഇൻകം അതിന് പിന്നീടുള്ള ആ സെയിം സോഴ്സിന് വരുന്ന ഇനി ഫ്യൂച്ചർ ഇൻകം ആ പാരൻറ്റിൻ്റെ ഇൻകത്തിൽ തന്നെയായിരിക്കും ക്ലബ് ചെയ്യുക. unless the tax officer approves a change. Exemptions. The parent can claim an exemptions. പാരൻസിന് എക്സംഷൻസ് ലഭിക്കും. എങ്ങനെ 1500
1,500 പെർ ചൈൽഡ് ഓർ ദ മൈനേഴ്സ് ഇൻകം വിച്ച് എവർ ഇസ് ലോവർ. ഒന്നെങ്കിൽ 1,500 പെർ ചൈൽഡും അല്ലെങ്കിൽ മൈനറിൻ്റെ ഇൻകം ഏതാണോ കുറഞ്ഞ എമൗണ്ട് അതിൻ്റെ മുകളിൽ പാരൻസിന് എക്സംഷൻ ലഭിക്കും. അടുത്ത ഇൻകം ഫ്രം കൺവേർട്ടഡ് പ്രോപ്പർട്ടി. ഇഫ് ആൻ ഇൻഡിവിജ്വൽ ട്രാൻസ്ഫർ ആൻ അസറ്റ് ടു ഹിന്ദു അൺഡിവൈഡ് ഫാമിലി. ഒരു ഇൻഡിവിജ്വൽ HUF-ലേക്ക് അയാളുടെ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യും വിത്തൗട്ട് അഡിക്വേറ്റ് കൺസിഡറേഷൻ ഇല്ലാതെ അയാൾ HUF-ലേക്ക് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അതിൽ നിന്നുള്ള ഇൻകം എന്താണ്? അതിന് വരുന്ന ഇൻകം, അസറ്റ്സിൽ നിന്ന് വരുന്ന ഇൻകം ആരാണോ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് HUF-ലേക്ക് ആ ഇൻഡിവിജ്വലിൻ്റെ മുകളിൽ തന്നെയാണ് ആ ടാക്സ് നൽകേണ്ടത്. ആ വ്യക്തി തന്നെയായിരിക്കും ടാക്സ് നൽകേണ്ടത്. If such a property later divide among the family members, any income received by the spouse of the transfer from the asset will be taxed in the hands of original transferor. ഇനി ഈ പിന്നീട് ആ അസറ്റ് ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്തെടുക്കുകയും അതിൽ നിന്ന് ആ അസറ്റിൽ നിന്ന് എന്തെങ്കിലും ഈ ട്രാൻസ്ഫറുടെ സ്പോസിന് ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അസറ്റിൻ്റെ ഇൻകത്തിൻ്റെ മുകളിൽ എന്തെങ്കിലും സ്പോസിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ഈ ട്രാൻസ്ഫർ തന്നെ അതിൻ്റെ മുകളിൽ ടാക്സ് നൽകേണ്ടതായിട്ട് വരും. Income from assertion of asset. If a person transfers property without consideration, the income from that property is clubbed with the transfer's income. ഒരു വ്യക്തി അയാളുടെ പ്രോപ്പർട്ടി കൺസിഡറേഷനൊന്നും കൂടാതെ അയാൾ ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കും. അതിൽ നിന്ന് ആ പ്രോപ്പർട്ടിയിൽ നിന്ന് വരുന്ന ഇൻകം എന്ത് ചെയ്യും? അയാളുടെ ട്രാൻസ്ഫറിൻ്റെ ഇൻകവുമായിട്ട് ക്ലബ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ടാക്സ് ഈടാക്കും. ഹവർ ഇൻകം ഫ്രം റീഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം ആണെന്നുണ്ടെങ്കിൽ അഥവാ അസർട്ടൈൻ ഇൻകം ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യില്ല? ക്ലബ് ചെയ്യില്ല. ഈസ് ടാക്സ്ഡ് ഹാൻഡ്സ് ഓഫ് ദ ട്രാൻസ്ഫറി. ആരാണോ ആ അസറ്റ് സ്വീകരിച്ചിരിക്കുന്ന ആ വ്യക്തിയായിരിക്കും ടാക്സ് നൽകേണ്ടത്. അക്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if the original income from the transfer asset is reinvested and earned further income than reinvested income, accretion is not clubbed. അഥവാ ഈ വ്യക്തി എന്ത് ചെയ്തു? കൺസിഡറേഷനും കൂടാതെ ആർക്കെങ്കിലും ഒരു പ്രോപ്പർട്ടി നൽകുകയാണ്. ആ പ്രോപ്പർട്ടി ലഭിച്ച ട്രാൻസ്ഫർ എന്ത് ചെയ്യുന്നു? അയാളത് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യാണ്. വേറെ എന്തെങ്കിലും ബിസിനസ്സിലോ അങ്ങനെ എന്തെങ്കിലും റീഇൻവെസ്റ്റ് ചെയ്യും. അതിൻ്റെ മുകളിൽ ഇയാൾക്ക് വീണ്ടും ആ ട്രാൻസ്ഫറേക്ക് അതിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്ന ഇൻകം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് നൽകേണ്ടത് ആരാണോ ആ അസറ്റ് സ്വീകരിച്ച ആ വ്യക്തിയാണ് അതിൻ്റെ മുകളിൽ ടാക്സ് നൽകേണ്ടത്. ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമുക്ക് സ്പോസ് ആയിരിക്കാം, സൺസ് വൈഫ് ആയിരിക്കാം. ക്ലബിംഗ് ഓഫ് നെഗറ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ ലോസസ്, നമുക്ക് വരുന്ന നെഗറ്റീവ് ലോസസിനെയാണ് നെഗറ്റീവ് ഇൻകം എന്ന് പറയുന്നത്. ലോസസ് ആർ ട്രീറ്റഡ് ആസ് നെഗറ്റീവ് ഇൻകം ഇഫ് ഇൻകം ഫ്രം അനദർ പേഴ്സൺ ഈസ് ക്ലബ്ഡ് വിത്ത് ടാക്സ് പേയേഴ്സ് ഇൻകം. ദെൻ ലോസ് ഫ്രം സച്ച് സോഴ്സസ് ആർ ആൾസോ ക്ലബ്ഡ്. ഇനി ഒരു വ്യക്തി മറ്റൊരാളെ ഇൻകമായിട്ട് ക്ലബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ടാക്സ് പേയറിൻ്റെ ഇൻകമായിട്ട് ക്ലബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോസസും അതുപോലെ ക്ലബ് ചെയ്യുന്നതാണ്. Binami transaction. A binami transaction occurs when the asset is purchased in the name of someone else to avoid taxes. ബിനാമി ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയുടെ പേരിൽ അസറ്റ്സ് വാങ്ങുന്നതിനെയാണ്, ടാക്സ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു വ്യക്തിയുടെ പേരിൽ അസറ്റ് വാങ്ങുന്നതിനെയാണ് ബിനാമി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ദ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻ ട്രീറ്റ് ദ ഇൻകം ഫ്രം ദ ബിനാമി ട്രാൻസാക്ഷൻ ആസ് ദ റിയൽ ഓണർ ഇൻകം ആൻഡ് ടാക്സ് ദം അക്കോർഡിംഗ്ലി. ഈ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും? ഈ ബിനാമി ട്രാൻസാക്ഷനെ റിയൽ ഓണറായിട്ട് കണക്കാക്കിയിട്ട് അതിൽ നിന്നും കിട്ടുന്ന ഇൻകത്തിന് എന്ത് ചെയ്യും? ടാക്സ് ചെയ്യപ്പെടും. ഈ ട്രീറ്റഡ് ദ ഇൻകം ഫ്രം ദ ബിനാമി ട്രാൻസാക്ഷൻ വഴി വന്നിരിക്കുന്ന ഇൻകത്തിനെ റിയൽ ഓണറിൻ്റെ ഇൻകത്തിലേക്ക് ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ടാക്സ് ഈടാക്കും. Cross transaction or transfer. Cross transfer happens when the two individual transfer asset to each other related to avoid tax. ക്രോസ് ട്രാൻസാക്ഷൻ ഓർ ട്രാൻസ്ഫർ ഉണ്ടാകുന്നത് രണ്ട് ഇൻഡിവിജ്വൽ അവരുടെ അസറ്റ്സ് പരസ്പരം അവരുടെ റിലേറ്റീവ്സിന് കൈമാറ്റം ചെയ്യാണ് ടാക്സ് അവോയ്ഡ് ചെയ്യുന്നതിനുണ്ട്. എക്സാമ്പിൾ, ഇഫ് എക്സ് ഗിഫ്റ്റ് 10,000 1 lakh ടു വൈസ് വൈഫ്. എക്സ് വൈയുടെ വൈഫിന് 1 lakh കൊടുക്കുകയാണ്. അതുപോലെ വൈ എക്സിൻ്റെ വൈഫിന് എന്തെയാണ്? വൈ ഗിഫ്റ്റ്സ് ഷെയർ ടു എക്സ് വൈഫ്. വൈ എന്തെയാണ്? എക്സിൻ്റെ വൈഫിന് ഇൻകം ഷെയർ ചെയ്യാണ്. ഫ്രം ദ അസറ്റ് വിൽ ബി ക്ലബ്ഡ് വിത്ത് ഒറിജിനൽ ട്രാൻസ്ഫേഴ്സ് ഇൻകം. അപ്പം എന്ത് ചെയ്യും? ഇതിനെ ആരാണോ ട്രാൻസ്ഫർ ചെയ്ത ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് അത് ഇൻകത്തിലേക്ക് അത് ക്ലബ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? ടാക്സ് ഈടാക്കും.
റിക്കവറി ഓഫ് ടാക്സ്. ടാക്സ് ഓൺ ക്ലബ്ഡ് ഇൻകം ഈസ് പ്രൈമർലി ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മെയിൻ ടാക്സ് പെയർ. ഈ ക്ലബ്ഡ് ഇൻകത്തിൻ്റെ പ്രധാന റെസ്പോൺസിബിലിറ്റി ആരാണോ ടാക്സ് പെയർ അയാളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി, അതിൻ്റെ മുകളിൽ റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്. However, the tax department can recover the tax from transferee, minor, child, spouse, etc. after issuing notice. ഇനി ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ടാക്സ് വേണമെങ്കിൽ ട്രാൻസ്ഫറിൻ്റെ കയ്യിൽ നിന്നും ടാക്സ് ഈടാക്കാം. ആരൊക്കെ? മൈനറിൻ്റെയും ചൈൽഡിൻ്റെയും സ്പോസിനും ആഫ്റ്റർ ഇഷ്യൂയിങ് നോട്ടീസ് ഇഷ്യൂ ചെയ്തതിനു ശേഷം അവരുടെ കയ്യിൽ നിന്നും ടാക്സ് ഈടാക്കാവുന്നതാണ്. ഇഫ് മൾട്ടിപ്പിൾ പീപ്പിൾ റിസീവ് ദ ട്രാൻസ്ഫേർഡ് അസറ്റ്, ഈ ട്രാൻസ്ഫർ നമ്മൾ കൈമാറ്റം ചെയ്തിരിക്കുന്ന അസറ്റ് മൾട്ടിപ്പിൾ പീപ്പിൾ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ജോയിൻ്റ്ലി ലയബിൾ ടു പേ ദ ടാക്സ്. അവരെല്ലാം ഒരുമിച്ച് ലയബിൾ ആണ് ടാക്സ് പേ ചെയ്യുന്നതിന് വേണ്ടി. കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ക്ലബിംഗ് ഓഫ് ഇൻകം. ഇല്ലുസ്ട്രേഷൻ 1. ക്ലബിംഗ് ഓഫ് സ്പോസ് സാലറി ഇൻ സർട്ടൻ കേസസ്. സ്പോസിൻ്റെ സാലറി ക്ലബ് ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇല്ലുസ്ട്രേഷൻ 1 നിങ്ങൾ ടെക്സ്റ്റിലൊന്ന് നോക്കുക. മിസ്റ്റർ വിശേഷ് ഹോൾസ് 22% ഷെയർ വിത്ത് വോട്ടിംഗ് റൈറ്റ്സ് ഇൻ ദ കമ്പനി. കമ്പനി അയാൾ 22% ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഹിസ് വൈഫ് സോനം ഈസ് എംപ്ലോയിഡ് ഇൻ ദ സെയിം കമ്പനി വിത്ത് സാലറി ₹8,000 പെർ മന്ത്. ഇതേ കമ്പനി അയാളുടെ ഭാര്യ വർക്ക് ചെയ്യുന്നുണ്ട്. അയാൾക്ക് സോനത്തിന് എത്രയാണ്? 8,000 രൂപയാണ് പെർ മന്ത് സാലറി. മിസ്റ്റർ വിശേഷിൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 2 lakhും മിസ്റ്റർ സോനത്തിൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ സാലറി ഒഴിച്ചിട്ടുള്ള അവളുടെ ഇൻകം എന്ന് പറയുന്നത് 1,20,000. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് കാണുന്നത്? കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം. അതർ ഇൻകം മിസ്റ്റർ വിശേഷിൻ്റെത് 2 lakhും മിസ്റ്റർ സോനത്തിൻ്റെ 1,20,000 ആണ്. ആഡ് ക്ലബ്ഡ് സാലറി. അപ്പോൾ എന്ത് ചെയ്യും? 8,000 ആണ് അയാളുടെ വൈഫ് സോനത്തിന് ലഭിക്കുന്നത്. അപ്പം 8,000 × 12 മന്തിലേക്ക് എത്ര കിട്ടും? 96,000 ആയിരിക്കും. ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000. അപ്പോൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് മിസ്റ്റർ വിശേഷിൻ്റെ ടോട്ടൽ ഇൻകം വരുന്നത് 1,84,000 രൂപയാണ്. മിസ്റ്റർ സോനത്തിൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 1,20,000 ആണ്. ഇവിടെ ഈ സാലറി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു 20% കൂടുതൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഹോൾഡ് ചെയ്യുന്ന കമ്പനിയിൽ ഉണ്ടാവുക അയാളുടെ സ്പോസ് സാലറി റിസീവും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഇതിലേക്ക് ക്ലബ് ചെയ്യും. ആ ഇൻകത്തിനെ ക്ലബ് ചെയ്തിട്ടായിരിക്കും ഇയാളുടെ ഇൻകം കാണുക എന്ന് നമ്മൾ മുകളിൽ നേരത്തെ പറഞ്ഞു. അൺലെസ് അയാളുടെ എന്തെങ്കിലും സ്പെഷ്യൽ സ്കില്ലിനോ അങ്ങനെ എന്തെങ്കിലും ആണ് ഈ സാലറി കൊടുത്തിരുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യില്ല? ക്ലബ് ചെയ്യില്ല. പക്ഷേ ഇതിവിടെ പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കുക. അപ്പം ഇവിടെ അയാൾക്ക് സാലറി കിട്ടിയിരിക്കുന്ന അയാൾ സ്പെഷ്യൽ സ്കില്ലിനൊന്നുമല്ല. അപ്പം അതുകൊണ്ടാണ് ഇത് ക്ലബ് ചെയ്തിരിക്കുന്നത് ഈ സാലറി. ട്രാൻസ്ഫർ ഓഫ് അസറ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ എങ്ങനെയാണ്? മിസ്റ്റർ പവൻ ട്രാൻസ്ഫർ ആൻ അസറ്റ് ടു സുമൻ വിത്തൗട്ട് കൺസിഡറേഷൻ. പവന് സുമന് കൺസിഡറേഷൻ ഒന്നും കൂടാതെ അയാളുടെ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു. സുമൻ ഏൺസ് 10 lakh ഫ്രം ദ അസറ്റിൽ നിന്ന് 10 lakh സുമന് ഏൺ ചെയ്തു. ഹൂ ഈസ് ലയബിൾ ടു പേ ടാക്സ്? പവൻ മാരി സുമൻ ആഫ്റ്റർ ട്രാൻസ്ഫർ. പവന് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം സുമനെ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടാക്സബിൾ ആരാണ്? സുമൻ ആയിരിക്കും. ഇത് ടാക്സ് അടക്കേണ്ടത്. ഇനി പവൻ ഡസ് നോട്ട് മാരി സുമൻ ആൻഡ് ട്രാൻസ്ഫർ ഈസ് റീവോക്കബിൾ. ഇനി പവന് സുമനെ കല്യാണം കഴിച്ചിട്ടുമില്ല, അത് മാത്രമല്ല ഈ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന അസറ്റ് ഇയാൾക്ക് റിവോക്കബിളും ആണെന്നുണ്ടെങ്കിൽ പവനാണ് അതിൻ്റെ മുകളിൽ അസറ്റ് കൊടുക്കേണ്ടത്. അതിൻ്റെ മുകളിൽ ടാക്സ് നൽകേണ്ടത്. അടുത്ത് ക്ലബിംഗ് സ്പോസ് കമ്മീഷൻ. മിസ്റ്റർ ടോണി ഹാസ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ബിസിനസ്. നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ്റെ വേറൊരു ഭാഗമാണിവിടെ. His wife's Mary earns 30,000 as commission from the same business. Business incurred loss 1 lakh. Tony's share 50%. Other income സ്റ്റോണിൻ്റെത് 1 lakh, മേരിൻ്റെ 60,000. അപ്പം നമുക്ക് ബിസിനസ് ലോസ് ആദ്യം കാണാം 50,000 ടോണിയുടെ. അതർ ഇൻകംസ് 1 lakh. ആഡ് വൈഫ്സ് കമ്മീഷൻ എത്രയാണ്? 30,000. ടോട്ടൽ ഇൻകം ടോണിൻ്റെ വരുന്നത് എത്രയാണ്? 80,000. അതുപോലെ മിസ്സസ് മേരിയുടേത്
അത് ഇൻകം എത്രയാണ് 60,000. പിന്നെ നമ്മൾ പറഞ്ഞു സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കമ്പനിയിൽ സ്പോർട്സിന് എന്തെങ്കിലും കമ്മീഷനോ സാലറിയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്യും, ആ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ആ വ്യക്തിയുടെ അവരുടെ ഭർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് അവരുടെ ആ ഇൻകം ക്ലബ് ചെയ്യും. അപ്പം അയാൾ എന്ത് ചെയ്തു, വൈഫിൻ്റെ ആ കമ്മീഷൻ ഇവിടെ ക്ലബ് ചെയ്തു. അങ്ങനെയാണ് 80,000 ഇവിടെ കിട്ടിയിരിക്കുന്നത്. അടുത്ത ഇല്ലുസ്ട്രേഷൻ ഫോർ ക്ലബിംഗ് ഓഫ് മൈനർ ചൈൽഡ്സ് ഇൻകം. മിസ്റ്റർ സാഗർ ഇൻകം 2 lakhും മിസസ് ലഹർ ഇൻകം 2,10,000. മൈനർ സൺ കുന്ദൻ ഏൺസ് 80,000 ഫ്രം സിംഗ്. അയാൾക്ക് പാട്ട് പാടിയിട്ട് 18,000 രൂപ കിട്ടി. മൈനർ ഡോട്ടർ മിസ് റോഷിനി ഏൺസ് 20,000 ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സിംഗ് ചെയ്തിട്ടോ അയാൾ സ്പെഷ്യൽ സ്കില്ലിലൂടെ കിട്ടിയ മണിയാണെന്നുണ്ടെങ്കിൽ അത് പാരൻസിൻ്റെ ഇൻകമായിട്ട് ക്ലബ് ചെയ്യില്ല. അപ്പം അതിൻ്റെ കമ്പ്യൂട്ടേഷൻ ടേബിൾ ബിസിനസ് ഇൻകം മിസ്റ്റർ സാഗറിൻ്റെ 2 lakhും സാലറി ഇവിടെ പറഞ്ഞിട്ടില്ല. ഇനി മിസസ് ലാഹറിൻ്റെ സാലറി എന്ന് പറയുന്നത് എത്രയാണ്, 2,10,000. ഇവിടെ മൈനർ സൺസ് ഇൻട്രസ്റ്റ് ഇൻ ഇൻകം ഇവിടെ അയാളുടെ ക്വസ്റ്റ്യനിൽ ഇല്ലാന്ന് തോന്നുന്നു, ടെക്സ്റ്റിൽ ഇതിനകത്തില്ല, ടെക്സ്റ്റിനകത്ത് ഉണ്ടാകും. 18,500 രൂപ കുട്ടിക്ക് എന്ത് കിട്ടുന്നുണ്ട്, മകൻ്റെ ഇൻകത്തിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ലാഹറിൻ്റെ അക്കൗണ്ടിലേക്ക് ഇത് ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ആരുടെ ക്ലബ് ചെയ്യുന്നതിന് മുമ്പ് ആരുടെ ഇൻകമാണോ കൂടുതൽ അതിൻ്റെ മുകളിലാണ് ആഡ് ചെയ്യുക. ഇവിടെ സാഗറിൻ്റെത് 2 lakhും എന്നാൽ ലാഹറിൻ്റെത് മിസസ് ലാഹറിൻ്റെ ഇൻകം എന്ന് പറയുന്നത് 2,10,000 ആണ്. അപ്പം കൂടുതൽ ഇൻകം ഉള്ളത് ലാഹറിനാണ്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. സണ്ണിൻ്റെ ഇൻട്രസ്റ്റ് ഇൻകം 18,500 രൂപയും മൈനർ ഡോട്ടറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 20,500 രൂപ ഇതിനോട് കൂടി അപ്പോൾ ക്ലബ് ചെയ്തു. ടോട്ടൽ എന്ന് പറയുന്നത് 2,49,000. മാസ്റ്റർ കുന്ദൻ കുട്ടിയുടെ സിംഗിങ് ചെയ്തിട്ടുള്ള കിട്ടിയിരിക്കുന്ന ഏർണിങ്സ് 18,000. അത് ഇതിൽ ക്ലബ് ചെയ്യുന്നില്ല, കാരണം സ്പെഷ്യൽ സ്കില്ല് വഴി ഏൺ ചെയ്തിരിക്കുന്ന മണി ക്ലബ് ചെയ്യില്ല. അടുത്തത് ക്ലബിംഗ് ഓഫ് ബിസിനസ് ഇൻകം ഫ്രം ഗിഫ്റ്റഡ് മണി. മിസ്റ്റർ സർത്താക് ഗിഫ്റ്റഡ് 3 lakh to his wife Sandhya. She start business investing 5 lakh. Income from business 1,20,000 2022-2023. അതുപോലെ 3,60,000 2023 തൊട്ട് 2024. അപ്പം കമ്പ്യൂട്ടിങ്ങിൻ്റെ ക്ലബ് ഇൻകം അസസ്മെൻറ്റ് ഇയറിൽ 2022-23 70,000 23-24 ഇടയിൽ 1,74,194 ആണ്. ഞാൻ ഓരോന്നും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് വായിച്ചു പോയാൽ മതി. അഗ്രിഗേഷൻ ഓഫ് ഇൻകം, ക്ലബിംഗ് ഓഫ് ഇൻകം ആൻഡ് ഡീംഡ് ഇൻകം. നമ്മൾ നേരത്തെ പറഞ്ഞു അഗ്രിഗേഷൻ ഓഫ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഇൻകം ആണല്ലോ, ഡിഡക്ഷനോ അതുപോലെ എക്സെപ്ഷൻസ് ഒന്നും കൂടാതെ വരുന്ന എല്ലാ ഇൻകം, ഒരു ഇൻഡിവിജ്വലിൻ്റെ എല്ലാ ഇൻകവും എന്താണ്, ടോട്ടൽ ഇൻകത്തിനെയാണ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. Total income includes all taxable income of an assessee. Sometimes income that are not taxable for that assessee must still be included in their total income. This is called aggregation of income. Income from association of person, AOP, or body of individual, BOE section. AOPയുടെയും BOEയുടെയും എങ്ങനെയാണ് ഇൻകം കാണുന്നുള്ളതാണ്. ഇപ്പോൾ പേഴ്സൺ ഇസ് എ മെമ്പർ ഓഫ് AOP ഓർ BOI, ദർ ഇൻകം ഷെയർ ഫ്രം ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദർ ടോട്ടൽ ഇൻകം. അവരെ എന്ത് ചെയ്യുന്നു, അവർക്ക് ഇൻകം ഷെയറിൻ്റെ ഇൻകം എന്ത് ചെയ്യുന്നു, അവരുടെ ടോട്ടൽ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ടാക്സേഷൻ ഡിപ്പെൻഡ് ഓൺ വെദർ AOP BOI ടാക്സ് പേസ്. പക്ഷെ അവരുടെ ടാക്സേഷൻ അവരുടെ ടാക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും. ഇഫ് AOP ഓർ BOI pays tax on its income, the members share in AOP or BOI is included in their total income. However, the member gets rebate tax refund income. Member അവരുടെ ഷെയറിന് മെമ്പേഴ്സിന് AOP BOP ഷെയർ ഉണ്ടാവുകയും
അത് അവരുടെ ഈ ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുകയും അവർ അതിൽ ടാക്സ് നൽകുകയാണെന്നുണ്ടെങ്കിൽ ഹൗ ദ മെമ്പർ ഗെറ്റ്സ് റീപേഡ്, അവർക്ക് ഒരു ടാക്സ് റിലീഫ് കിട്ടുന്നുണ്ട് അവരുടെ ഇൻകത്തിൻ്റെ മുകളിൽ. ഇഫ് AOP ആൻഡ് BOI ഡസ് നോട്ട് പേ ടാക്സ്, അവർ ടാക്സ് പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദ മെമ്പേഴ്സ് ഷെയർ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദർ ടോട്ടൽ ഇൻകം, അവരുടെ ഷെയർ ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യും. ആൻഡ് ദേ മസ്റ്റ് പേ ടാക്സ് ഓൺ ഇറ്റ്, അവരെന്ത് ചെയ്യണം, പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ടാക്സ് തീർച്ചയായിട്ടും അവർ പേ ചെയ്യണം. ഇഫ് AOP ആൻഡ് BOI ഈസ് ടാക്സ്ഡ് അറ്റ് ദ ഹയർ റേറ്റ്, മാക്സിമം മാർജിൻ റേറ്റ്, the member does not include their share in their total income, their share of income from AOP or BOI is exempt from tax. അയാളുടെ മാക്സിമം മാർജിൻ റേറ്റിന് മുകളിൽ ഹൈ റേറ്റ് ആയിട്ടാണ് അവർ ടാക്സ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈസ് ടാക്സ്ഡ് അറ്റ് ദ ഹയസ്റ്റ് റേറ്റിലാണ് ടാക്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മെമ്പേഴ്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദെയർ ഷെയർ ഇൻ ദ ടോട്ടൽ ഇൻകം, അങ്ങനെയാണെങ്കിൽ അവരുടെ ഷെയർ എന്ത് ചെയ്യില്ല, ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡഡ് ആവില്ല. their share of income from AOP or BOI is exempt from tax, അവരുടെ AOP BOI നിന്നുള്ള അവരുടെ ഇൻകം, ഷെയർ ഓഫ് ഇൻകം എന്ത് ചെയ്യും, ടാക്സിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യും. അടുത്തത് പാർട്ട് ബി, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ലോസസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻകംസ് ക്ലാസിഫൈഡ് ഇൻറ്റു 5 ഹെഡ്സ് എന്തൊക്കെയാണ്. ഇൻകം ഫ്രം സാലറീസ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻസ്, ഇൻകം ഫ്രം അതർ സോഴ്സസ്. അപ്പം സെറ്റ് ഓഫ് ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ അസസിങ് യുവർ ലോസസ് ഫ്രം വൺ ഓർ മോർ സോഴ്സസ് ദ ഇൻകം ടാക്സ് ആക്ട് അലോസ് ലോസസ് ടു ബി അഡ്ജസ്റ്റഡ് അഗൈൻസ്റ്റ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇനി അസസിക്ക് എന്താണ് പല സോഴ്സുകളിൽ നിന്നായിട്ട് ഒന്നോ അതിൽ കൂടുതൽ സോഴ്സുകളിൽ നിന്നായിട്ട് അയാൾക്ക് ലോസസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇൻകം ടാക്സ് അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ലോസസ് അഡ്ജസ്റ്റ് ചെയ്യാൻ, മറ്റുള്ള ഇൻകം ഫ്രം അതർ സോഴ്സിലേക്ക് അതിനെ ആഡ് ചെയ്തിട്ട് ആ ലോസസ് അഡ്ജസ്റ്റ് ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. ഈ പ്രോസസ്സിനെയാണ് പറയുന്നത് സെറ്റിംഗ് ഓഫ് ലോസസ്. ഇതിന് പറയുന്ന പേരാണ് സെറ്റിംഗ് ഓഫ് ലോസസ്. സെറ്റിംഗ് ഓഫ് ലോസ് എന്ന് പറഞ്ഞാൽ അസസിക്ക് ഉണ്ടാവുന്ന മറ്റേതെങ്കിലും സോഴ്സിൽ ഉണ്ടാവുന്ന ലോസസുകൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം മറ്റുള്ള അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇൻകം ഫ്രം അതർ സോഴ്സസിലേക്ക് ആഡ് ചെയ്തിട്ട് അതിനെ സെറ്റ് ഓഫ് ചെയ്യുന്നു. ടൈപ്പ് ഓഫ് സെറ്റ് ഓഫ്സ്: intern source adjustment. Loss from one source under particular head of income can be set off against income from other source under the same head. എന്താണ്, നമ്മൾക്ക് ഒരു സോഴ്സിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ഹെഡിൽ നിന്നും ഇൻകത്തിൽ നിന്നും നമുക്ക് എന്താണ് സോഴ്സിൽ നിന്ന് നമുക്ക് ലോസസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി അതിനെ ഇൻകം ഫ്രം അതർ സോഴ്സിൽ നിന്ന് അണ്ടർ ദ സെയിം ഹെഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ സ്പെക്യുലേഷൻസ് ലോസസ് ക്യാൻ ഓൺലി ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് സ്പെക്യുലേഷൻ ഇൻകം. സ്പെക്യുലേഷൻ ലോസസ് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, എല്ലാ അനദർ സോഴ്സസിനും അവർക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. സ്പെക്യുലേഷൻ ലോസസ് ആണെങ്കിൽ സ്പെക്യുലേഷൻ ഇൻകത്തിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് മാത്രമേ അതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കൂ. സ്പെക്യുലേഷൻ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ പേഴ്സൺ ഇൻക്യൂർ എ ലോസ് ഫ്രം ദ സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻ ലൈക്ക് ഇൻ സ്റ്റോക്ക് ട്രേഡിങ്, ലൈക്ക് സ്റ്റോക്ക് ട്രേഡിങ് പോലുള്ള എന്തെങ്കിലും ലോസസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരത്തിലാണ് സ്പെക്കുലേഷൻ ലോസസ് എന്ന് പറയുന്നത്. അത് അത്തരത്തിലുള്ള ആ സ്പെക്കുലേഷൻ ഇൻകത്തിൻ്റെ എതിരായിട്ട് മാത്രമേ അതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ള സോഴ്സസുമായിട്ട് അതിനെ അഗെയിൻസ്റ്റ് ചെയ്തിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്. എക്സാമ്പിൾ ഓഫ് സ്പെക്കുലേഷൻ ലോസസ്: എ ട്രേഡ് ബൈസ് ആൻഡ് സെൽ സ്റ്റോക്ക് ഓൺ ദ സെയിം ഡേ. അതായത് ട്രേഡർ സ്റ്റോക്ക് വാങ്ങിയും ആ ദിവസം തന്നെ അയാൾ എന്താണ് ആ സ്റ്റോക്ക് ബുക്കുകയും ചെയ്യുന്നത്, അതിനെയാണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ലോസ് 50,000, അയാൾക്ക് എത്ര ഉണ്ടായി, 50,000 ലോസ് ഉണ്ടാവുകയും ചെയ്തു. ദീസ് 50,000 ഈസ് സ്പെക്കുലേഷൻ ലോസ് അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട്. അടുത്തത് ടാക്സ് ഫ്രീ ഇൻകംസ് ലോസസ് കാനോട്ട് ബി സെറ്റ് ഓഫ്. ടാക്സ് ഫ്രീ ഇൻകം ചെയ്യാൻ സാധിക്കില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ റേസ് ഹോഴ്സ് ബിസിനസ് ലോസസ് കാനോട്ട് ബി സെറ്റ് ഓഫ് ഫ്രം അതർ ഇൻകംസ്. റേസ് ഹോഴ്സ് ബിസിനസ്സിൽ ഉണ്ടാക്കിയ ലോസസ് ഒന്നും മറ്റുള്ള ഇൻകത്തിൻ്റെ മുകളിൽ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. ലോട്ടറി ലോസസ് കാനോട്ട് ബി അഡ്ജസ്റ്റ് അഗൈൻസ്റ്റ് വിന്നിങ്സ്. ലോട്ടറിൻ്റെ ലോസസ് വിന്നിങ്സിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ലോങ് ടേം ക്യാപിറ്റൽ ലോസസ് ക്യാൻ ഓൺലി ബി സെറ്റ് ഓഫ് അഗൈൻസ്റ്റ് ലോങ് ടേം ക്യാപിറ്റൽ. ലോങ് ടേം ക്യാപിറ്റൽ ലോസസ് എന്താണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ മുകളിൽ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ മുകളിൽ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെൻറ്റ്: ലോസസ് ഫ്രം വൺ ഹെഡ് ഓഫ് ഇൻകം ക്യാൻ ബി സെറ്റ് ഓഫ് അഗൈൻസ്റ്റ് അതർ ഹെഡ്. നമ്മൾക്ക് ഒരു ഉണ്ടായിരിക്കുന്ന ഇൻകത്തിൻ്റെ ഒരു ഹെഡിലുണ്ടായിരിക്കുന്ന ലോസസ് നമ്മൾക്ക്
സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് അതർ ഹെഡ്. മറ്റുള്ള ഇൻകത്തിൻ്റെ മറ്റേതെങ്കിലും ഹെഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ പറഞ്ഞ സ്പെക്കുലേഷൻ ലോസസ് കാനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് അതർ ഇൻകംസ്, ബിസിനസ് ലോസസ് കാനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് സാലറി ഇൻകം. ബിസിനസ് ലോസസ് സാലറി ഇൻകത്തിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. ക്യാപിറ്റൽ ലോസസ് കാനോട്ട് സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് നോൺ ക്യാപിറ്റൽ ഇൻകം. ഹൗസ് പ്രോപ്പർട്ടി ലോസസ് കാനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് അതർ ഹെഡ്സ് ബട്ട് ലിമിറ്റഡ് ടു 2 lakh per year. അടുത്ത ക്യാരിഡ് ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ലോസസ്. ഇഫ് ലോസസ് കാനോട്ട് ബി ഫുള്ളി സെറ്റ് ഓഫ് ഇൻ ദ സെയിം ഇയർ, നമ്മൾ ആ വർഷത്തിൽ തന്നെ നമുക്ക് ഉണ്ടായിരിക്കുന്ന ലോസസ് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, നമ്മൾ അടുത്ത വർഷത്തിലേക്ക് അതിനെന്ത് ചെയ്യും, ഫോർവേഡ് ചെയ്യും. ഫ്യൂച്ചർ ഇയറിലേക്ക് അതിനെ ക്യാരിഡ് ഫോർവേഡ് ചെയ്യും. ഇനി പ്രൊവിഷൻ ഫോർ ക്യാരി ഫോർവേഡ് ദ ലോസസിൽ ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ 8 years വരെ അതിനെ സെറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കൊണ്ടുപോകാം. അഗെയിൻസ്റ്റ് ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും. ബിസിനസ് ലോസസ് ആണെങ്കിൽ 8 years തന്നെയാണ്. ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ബിസിനസ് ഇൻകം ഓൺലി. ഇതിന് ബിസിനസ് ഇൻകത്തിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. ദ ന്യൂ ഓണർ കാനോട്ട് ക്ലെയിം ലോസസ് ഇഫ് ദ ബിസിനസ് ഈസ് ട്രാൻസ്ഫർ. ഈ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യുകയും ഈ 8 yearsൻ്റെ ഉള്ളിൽ ഈ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യുകയാണ്, പുതിയ ഓണർക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഇത് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. സ്പെക്കുലേഷൻ ബിസിനസ് ലോസ് ആണെങ്കിൽ ക്യാൻ ബി ക്യാരിഡ് ഫോർ 4 years. 4 years വരെ ഇതിനെ ക്യാരിഡ് ഫോർവേഡ് ചെയ്യാം. സെറ്റ് ഓഫ് ഓൺലി അഗെയിൻസ്റ്റ് സ്പെക്കുലേഷൻ പ്രോഫിറ്റ്. സ്പെസിഫൈഡ് ബിസിനസ് ലോസസ് ആണെങ്കിൽ സെറ്റ് ഓഫ് ഓൺലി അഗെയിൻസ്റ്റ് ഇൻകം ഫ്രം ദ സെയിം സ്പെസിഫൈഡ് ബിസിനസ്. ഇത് സെറ്റ് ഓഫ് ചെയ്യാൻ ഏതുമായിട്ടാണ്, സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെ ഇൻകവുമായിട്ട് മാത്രമേ നമുക്ക് ഈ ലോസസ് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. ക്യാപിറ്റൽ ലോസ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണെന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസും ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. എന്നാൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസിന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് ഇനി ക്യാരിഡ് ഫോർവേഡ് ചെയ്യാൻ പറ്റും എത്രത്തോളം, 8 years വരെ. റേസ് ഹോഴ്സ് ബിസിനസ് ലോസ് ആണെന്നുണ്ടെങ്കിൽ ക്യാൻ ഓൺലി ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് റേസ് ഹോഴ്സ് ഇൻകം. ലോട്ടറി ആൻഡ് ഗാംബ്ലിംഗ് ലോസസ് ആണ് കനോട്ട് ബി ക്യാരിഡ് ഫോർവേഡ് ഓർ സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് എനി ഇൻകം. ലോട്ടറി ആൻഡ് ഗാംബ്ലിംഗ് ലോസസിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ക്യാരിഡ് ഫോർവേഡ് ചെയ്യാനോ മറ്റെന്തെങ്കിലും ഇൻകത്തിൻ്റെ മുകളിൽ സെറ്റ് ഓഫ് ചെയ്യാനോ സാധിക്കില്ല. അപ്പം സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾക്ക് ബിസിനസ്സിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഇൻകത്തിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ലോസസിനെ അതിൻ്റെ സെയിം ഹെഡിലെ ഇൻകത്തിൻ്റെ മുകളിലേക്ക് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്തതിനെയാണ് സെറ്റ് ഓഫ് ലോസസ് എന്ന് പറയുന്നത്. അടുത്തത് സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് ബിസിനസ് റീസ്ട്രക്ചറിങ്. നമ്മുടെ ബിസിനസ് റീസ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ലോസസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് സെറ്റ് ഓഫ് ചെയ്യുന്നത്, ക്യാരി ഫോർവേഡ് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത്. Amalgamation of companies. If an industrial company merges with another, its losses and unabsorbed depreciation can be carried forward. ഇനി ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായിട്ട് മെർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അവിടെ വന്നിരിക്കുന്ന അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ ലോസസും ക്യാരിഡ് ഫോർവേഡ് ചെയ്യാം. ഡീമർജർ ഓഫ് ദ കമ്പനീസ്. ദ റിസൾട്ടിംഗ് കമ്പനി ക്യാൻ ക്യാരി ഫോർവേഡ് ദ അക്യുമുലേറ്റഡ് ലോസസ് ഓഫ് ദ ഡീമർജ്ഡ് കമ്പനി. സക്സഷൻ ഓഫ് എ ഫേം ഓർ പ്രൊപ്രൈറ്റർഷിപ്പ് ബൈ എ കമ്പനി. ലോസസ് ആൻഡ് ഡിപ്രീസിയേഷൻ ഓഫ് ഓൾഡ് എൻറ്റിറ്റി ക്യാൻ ബി ട്രാൻസ്ഫർ ടു ദ ന്യൂ കമ്പനി. പഴയ കമ്പനിയിൽ ഉണ്ടായിരിക്കുന്ന ഡിപ്രീസിയേഷൻ ലോസസും പുതിയ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ കൺവേർഷൻ ഓഫ് പ്രൈവറ്റ് കമ്പനി LLPയിലേക്ക് മാറുമ്പോൾ ലോസസ് ക്യാൻ ബി ക്യാരിഡ് ഫോർവേഡ് ഇഫ് ദ കണ്ടീഷൻസ് ആർ മെറ്റ്. പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ലോസസ് ക്യാരിഡ് ഫോർവേഡ് ചെയ്യാം. ബാങ്കിങ് കമ്പനി അമാൽഗമേഷൻ ആണെങ്കിൽ ലോസസ് ക്യാൻ ബി ക്യാരിഡ് ഫോർവേഡ് ഇഫ് ദ മെർജർ സാങ്ഷൻ ബൈ ലോ. ഈ മെർജർ ബൈ ലോ സാങ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോസസ് നമുക്ക് ക്യാരിഡ് ഫോർവേഡ് ചെയ്യാം. കോപ്പറേറ്റീവ് ബാങ്ക് മെർജർ ആണെന്നുണ്ടെങ്കിൽ ലോസസ് ഓഫ് ദ മെർജർ ബാങ്ക് ക്യാൻ ബി ക്യാരിഡ് ഫോർവേഡ് ബൈ ദ സക്സസർ ബാങ്ക്. Unabsorbed losses and depreciation. Business losses, unabsorbed depreciation and capital expenditure on scientific research can be carried forward indefinitely and set off against any income except salary. ഇവിടെ പറയുന്നത് ബിസിനസ് ലോസസും അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ അതുപോലെ സയൻറ്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ആണെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി ടൈമൊന്നും നിശ്ചയിച്ചിട്ടില്ല. അത് നമുക്ക് ക്യാരിഡ് ഫോർവേഡ് ചെയ്യാം. അത് ഏത് ഇൻകത്തിൻ്റെ മുകളിലും എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാം എക്സെപ്റ്റ് സാലറി ഹെഡിൽ മാത്രം അത് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. ഇതൊക്കെ മുകളിൽ പറഞ്ഞ ഒന്നുകൂടെ താഴെ ഡീറ്റെയിൽഡ് പറഞ്ഞതാണ്.
Loss from gambling and betting. Losses cannot be carried forward but can be set off only against similar income from the same year. നമുക്ക് ഗാംബ്ലിങ്ങിലോ ബെറ്റിങ്ങിലോ ലോസ് വന്നു കഴിഞ്ഞാൽ അത് സെറ്റ് ഓഫ് ചെയ്യാൻ നമുക്കത് ക്യാരിഡ് ഫോർവേഡ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ആ സെയിം ഇയറിൽ എന്തെങ്കിലും സെയിം ഫീൽഡിൽ എന്തെങ്കിലും ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ, സിമിലർ ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് അതിൻ്റെ അഗെയിൻസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യാം. Loss of AOP and BOI carried forward by AOP and BOI. The losses are carried forward and set off by the AOP and BOI itself, not individual member. Any losses arising from bonus stripping. Bonus stripping എന്ന് പറഞ്ഞാൽ if original units are sold within 9 months of the bonus stripping എന്ന് പറഞ്ഞാൽ is a tax avoiding strategy where investors try to generate artificial losses by buying units of mutual fund or stocks before bonus issue and then selling original units at a loss. ഇവിടെ പറയുന്നത് ബോണസ് സ്ട്രിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അവർ എന്ത് ചെയ്യുന്നു, ആർട്ടിഫിഷ്യൽ ലോസസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അവർ മ്യൂച്വൽ ഫണ്ട്സും സ്റ്റോക്സും ബോണസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് വാങ്ങുകയും അവർ എന്ത് ചെയ്യുന്നു, സെല്ലിംഗ് ദ ഒറിജിനൽ യൂണിറ്റ്സ് അറ്റ് ലോസിന് അയാൾ ആ ഒറിജിനൽ യൂണിറ്റ്സ് വിൽക്കുകയും ചെയ്യുന്നു. ഇത് ടാക്സ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യം ചെയ്യുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ if the original units are sold within 9 months of the bonus issue while the holding bonus units, the loss is not allowed to be set off. ഈ വന്നിരിക്കുന്ന ലോസ് എന്ത് ചെയ്യില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ, ക്യാപിറ്റൽ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. അടുത്തത് റിട്ടേൺ ഓഫ് ലോസസ്. ലോസസ് can only be carried forward if the return is filed within the prescribed time. നമുക്ക് ഈ ലോസസ് ക്യാരിഡ് ഫോർവേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റിട്ടേൺ പറഞ്ഞിരിക്കുന്ന ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ഡിലേ ആവുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർ സർട്ടൻ കണ്ടീഷനിൽ അവർ അത് അനുവദിക്കുന്നതായിരിക്കും. ഓർഡർ ഓഫ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് ഫാമിലി പ്ലാനിങ്, bought forward business losses, unabsorbed depreciation, unabsorbed capital expenditure on scientific research, unabsorbed family planning expenditure. ഇതായിരിക്കും സെറ്റ് ഓഫിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഒരു ഇല്ലുസ്ട്രേഷൻ നമുക്ക് നോക്കാം. ഇൻഫർമേഷൻ പ്രൊവൈഡ് എന്തൊക്കെയാണ് ടെക്സ്റ്റിൽ നോക്കാം. ഇല്ലുസ്ട്രേഷൻ ഫസ്റ്റ് ആണ്. ടാക്സബിൾ ഇൻകം അണ്ടർ ഹെഡ് സാലറി 2 lakhs. ഫുഡ് ഗ്രെയിൻ ബിസിനസ്സിൽ വന്നിരിക്കുന്നത് 1 lakh. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് -50,000 ആണ്. പേത്ത ബിസിനസ്സും -1,50,000. സ്പെക്കുലേഷൻ ബിസിനസ് -50,000. ഹൗസ് പ്രോപ്പർട്ടി, ഹൗസ് എ ലെറ്റ് ഔട്ട് 2 lakh. ഹൗസ് ബി ഡീംഡ് ലെറ്റ് ഔട്ട് -1 lakh. ഹൗസ് സി സെൽഫ് ഓക്യുപ്പൈഡ് ഇൻട്രസ്റ്റ് ബോറോഡ് ക്യാപിറ്റൽ ആണ്, അത് 50,000. ബിസിനസ് ഓർ പ്രൊഫഷൻ ക്ലോത്ത് ബിസിനസ് 1 lakh. ഫുഡ് ഗ്രെയിൻ ബിസിനസ് 1 lakh. പേത്ത ബിസിനസ് 1,50,000. ക്യാപിറ്റൽ ഗെയിന് ഷോർട്ട് ടേം ഗെയിന് 1 lakh. ഷോർട്ട് ടൈം ലോസ് -2 lakh. ലോങ് ടൈം ഗെയിന് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വരുന്നത് 2 lakh. ഈ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിനകത്തുണ്ട്. ഇൻകം ഫ്രം അതർ സോഴ്സസ് ക്ലോത്തിങ് ബിസിനസ് 1 lakh. കാർഡ് ഗെയിംസ് 1 lakh. ഇൻകം ഫ്രം മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സസ് -50,000. ഈ മൈനസ് വന്നിരിക്കുന്ന ഒന്നെങ്കിൽ ലോസ് ആയിരിക്കാം. ഇപ്പോൾ സൊല്യൂഷൻ നമ്മൾ സാലറി കാണാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ 2 lakh, അതിലൂടെ 1,50,000 മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 50,000 കിട്ടും. 50,000 ആണ് നെറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 50,000. ഇൻകം ഫ്രം ബിസിനസ്സിൽ ക്ലോത്ത് ബിസിനസ്സിൻ്റെ 1 lakh. ഫുഡ് ആൻഡ് ഗ്രെയിൻസ് ബിസിനസ്സിൻ്റെ 1 lakh. പേത്ത ഹൗസ് -1,50,000 ആണ്. അപ്പം അത് ഇതിനെ ഡിഡക്ട് ചെയ്യുമ്പോൾ 50,000 നമുക്ക് നെറ്റ് ഇൻകം ഫ്രം ബിസിനസ് 50,000 കിട്ടും. സ്പെക്കുലേഷൻ ബിസിനസ് ലോസസ് 50,000 ആണ്. അപ്പോൾ ഈ മൈനസ് വന്നിരിക്കുന്നതൊക്കെ ലോസസ് ആകാനാണ് സാധ്യത. ലോസസ് 50,000. ദിസ് ലോസ് ക്യാൻ ഓൺലി സെറ്റ് ഓഫ് അഗൈൻസ്റ്റ് സ്പെക്കുലേഷൻ ബിസിനസ് പ്രോഫിറ്റ്. നമുക്ക് ഈ ഒരു ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇത് സെറ്റ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്പെക്കുലേഷൻ ബിസിനസ്സുമായിട്ടേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇവിടെ അതില്ലാത്തതുകൊണ്ട് നമുക്കിത് എന്ത് ചെയ്യാൻ സാധിക്കില്ല. സോ ഇറ്റ് ഈസ് ക്യാരിഡ് ഫോർവേഡ്. അതുകൊണ്ട് നമ്മളിത് ക്യാരിഡ് ഫോർവേഡ് ചെയ്യാണ്. അത് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി സ്പെക്കുലേഷൻ ഇൻകം ഇവിടെ കൊടുത്തിട്ടില്ല. അടുത്തത് ക്യാപിറ്റൽ ഗെയിന് 1 lakh. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് വന്നിരിക്കുന്നത് 2 lakh ആണ്. അപ്പം ഇതിന് ഡിഡക്റ്റ് ചെയ്യാം. നെറ്റ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ലോസ് എന്ന് പറയുന്നത് ഗെയിൻ ഓർ ലോസ് എന്ന് പറയുന്നത് -1 lakh ആണ്. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 2 lakh ആണ്. നെറ്റ് ക്യാപിറ്റൽ ഗെയിന് 1 lakh. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഓഫ് ₹2 lakh offset against short term and long term capital gain.
ഇൻകം ഫ്രം അതർ സോഴ്സസ് ക്ലോത്തിങ് ബിസിനസ് 10 lakh, കാർഡ് ഗെയിംസ് 1 lakh തന്നെയാണ് അതിലുണ്ട്. അപ്പം റിസോഴ്സ് മെയിൻ്റെനൻസ് ലോസ് വന്നിരിക്കുന്നത് 50,000 ആണ്. ദിസ് ലോസ് ഓൺലി ക്യാൻ ബി സെറ്റ് ഓഫ് അഗൈൻസ്റ്റ് ഇൻകം ഫ്രം ദ സെയിം സോഴ്സിൽ വന്നതിൽ മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് ഇവിടെ പറഞ്ഞില്ലാത്തതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാരിഡ് ഫോർവേഡ് ചെയ്യുകയാണ്. നെറ്റ് ഇൻകം ഫ്രം അതർ സോഴ്സസ് എത്രയാണ് വരുന്നത്? 50,000 ആണ്. ടാക്സബിൾ ഇൻകം കാൽക്കുലേഷൻ: സാലറി 2 lakh, ഹൗസ് പ്രോപ്പർട്ടി 50,000, ബിസിനസ് 50,000, ക്യാപിറ്റൽ ഗെയിൻ 1 lakh, അതർ സോഴ്സസ് 50,000. അപ്പോൾ ടോട്ടൽ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 4,50,000 ആണ്. അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് പോയാൽ മതി.